ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ. വേറെയും കളേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, കാരണം ഇതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് വേഗം പെട്ടെന്ന് തന്നെ പോയിട്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹ്യൂജ് എന്ന് വേണമെങ്കിൽ പറയാം, അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു മീഷോ ഹോളാണ്. മീഷോ എന്നുള്ള കുറച്ച് ഡ്രസ്സസ്, അതായത് കുർത്തി സെറ്റ്സ് വരുന്നുണ്ട്, അല്ലാതെ നമുക്ക് വെസ്റ്റേൺ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാഫ് ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സുകളുണ്ട്, നീ ലെങ്ത്തിൽ വരുന്ന ടോപ്സ് ഉണ്ട്. അപ്പം അതെല്ലാം കൂടിയിട്ടുള്ള ഒരു റാൻഡം ഡ്രസ് ഹോളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലൊരു അടിപൊളി ഡ്രസ്സ് ഉണ്ട്, എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നി, അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ തന്നെ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഇതിൽ പിന്നെ അൺബോക്സിങ് വരുന്നുണ്ട്. 2 ഡ്രസ്സ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട്, 3 ഡ്രസ്സ് എങ്ങാനും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതും നിങ്ങളെ കൂടത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്തിട്ട് അതും നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഫസ്റ്റ് ഞാൻ ഒരു കോഡ് സെറ്റ് കാണിച്ചു തരാം. ഒരു റെഡ് കോഡ് സെറ്റ് ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഫുൾ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന കോഡ് സെറ്റ് ആണ്. സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വരുന്നത് കേട്ടോ. സോ ഈ ഒരു കോഡ് സെറ്റ് ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഇതിങ്ങനെ പാക്കറ്റിൽ ഇട്ടപ്പോൾ ചുളിഞ്ഞു എടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. സോ ഒരു റെഡ് ചില്ലി ഷെയ്ഡ് കേട്ടോ, മെറൂൺ ഒരു ഷെയ്ഡ് കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഈ സെയിം ഷെയ്ഡ് തന്നെ കേട്ടോ. അടിപൊളിയാണ്. സോ ഷെയ്ഡൊക്കെ അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇതിൽ ചെറിയൊരു പ്രശ്നം എന്താ പറയാനുള്ളത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമുക്ക് ടോപ്പ് പറയാം. ടോപ്പ് വന്നിട്ട് ഇങ്ങനെ കോളർ ടൈപ്പിൽ ബട്ടൺസ് ആയിട്ട് വന്നിട്ട്, ബട്ടൺസ് ഇത്ര വരെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ബാക്കി ഷോ ബട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് സ്ലീവ് വന്നിട്ട്, സ്ലീവാണ് കുറച്ച് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ കുറച്ച് ലൂസ് സ്ലീവ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു സ്ലീവ് മെയിൻ ഒരു ഹൈലൈറ്റ് ചെയ്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നി കേട്ടോ ഈ ഒരു സ്ലീവ്. പിന്നെ കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു സെറ്റ് ആയിട്ടാണ് കോഡ് സെറ്റ് വന്നിട്ടുള്ളത്. ഷോർട്ട് പറഞ്ഞാൽ ഓവർ ഷോർട്ടല്ല, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ 2 ഭാഗത്ത് ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട്. ഒരു ഷോർട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് 2 ഭാഗത്ത് ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ പാൻറ് കുറച്ചുകൂടി ലൂസാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നി. എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോൾ പാൻറ് കുറച്ചുകൂടി എനിക്ക് ടൈറ്റുള്ള പോലെ എന്നല്ല, അതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല, വലിയ അങ്ങോട്ട് ഒരു അടിപൊളിയായിട്ട് തോന്നിയില്ല. സോ കുറച്ചുകൂടി ലൂസാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയനെ, അങ്ങനെ തോന്നി കേട്ടോ. സോ ഇതാണ് പാൻറ്. പിന്നെ പ്രിന്റ് കാര്യങ്ങളൊന്നുമില്ല, സെയിം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. റയോൺ മെറ്റീരിയലാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുഴപ്പമില്ലാത്ത ഒരു റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ എൻ്റെ നോർമൽ സൈസ് XL ആണ്. സോ XXL എടുത്തപ്പോഴാണ് എനിക്ക് കുറച്ച് ഒരു കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഒരു സൈസ് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇങ്ങനത്തെ കോഡ് സെറ്റ്സ് ഒക്കെ അങ്ങനെ ഇടുമ്പോഴാണ് ഭംഗി. കുറച്ച് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അപ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യേണ്ട ആ ഒരു സൈസിൽ കിട്ടാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു സെറ്റ്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് അതിന് ഗോൾഡൻ ബട്ടൺസ് ഒക്കെ, ഗോൾഡൻ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ബട്ടൺ ഒക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗോൾഡൻ, ആ ഒരു ഷെയ്ഡിൽ വരുന്ന ബട്ടൺസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 400 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. എനിവേ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തോന്നി. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത് ഈ ഒരു പാക്ക് നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മൾ അടുത്തത് ഓപ്പൺ ചെയ്യുന്നത്. ഇതെന്താണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഏകദേശം ഒരു നീനും കുറച്ച് താഴെയായിട്ടായിരിക്കും വരാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, എന്തായാലും നിങ്ങൾക്ക് ഞാൻ സൈഡിൽ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് കാണിക്കും കേട്ടോ. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുള്ള ഈ ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തന്നെ കണ്ടിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കുർത്തിയിൽ. യെസ്, അടിപൊളി സംഭവം കേട്ടോ. വാവ്, നല്ല ഷെയ്ഡ്. ഈ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഒരു
ഓഫ് വൈറ്റ് ആ ഒരു പ്രിന്റ്, ആ ഒരു ഷെയ്ഡ് വിത്ത് ആ ഒരു എംബ്രോയ്ഡറി വർക്കിന്റെ കളർ ആണെങ്കിലും എവറിത്തിങ് അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ടോപ്പ്. സോ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. സോ നോർമൽ 3/4 സ്ലീവാണ്. ബട്ട് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫിറ്റിംഗ് പറയാൻ പറ്റില്ല, സോറി, ഫിറ്റിംഗ് വന്നത് കേട്ടോ. സ്റ്റിച്ചിങ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുക കേട്ടോ. ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് തോന്നുക. നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി കാര്യങ്ങൾ ആരും ഡൗട്ട് അടിക്കേണ്ട. അടിപൊളി സംഭവം. ഒരു നല്ലൊരു ഡ്രസ്സ്. ഓക്കെ, എൻ്റെ എന്താണോ ഞാനിത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് കറക്റ്റ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് നല്ലൊരു ഷെയ്ഡില്ല, ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ആ ഒരു പിങ്കും ഓറഞ്ചും ഒരു ലൈറ്റ് പീച്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത്. ചെറുതായിട്ടൊരു മിറർ വർക്കും വന്നിട്ടുണ്ട്. സോ അടിപൊളി ഒരു സംഭവം. ഇതൊരു ഒരു ആലിയ കട്ട് ആ ഒരു ഇതിൽ ഇങ്ങനെ വി പോലെ ഇവിടെ പ്ലീറ്റഡ് ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അടിപൊളി ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ ലെങ്ത്ത് ഞാൻ തോന്നുന്നു എനിക്ക് നീ ലെങ്ത്തിലും കുറച്ച് താഴെ ആയിരിക്കും വരാം. പിക്ചറിലൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. സോ ഞാൻ സൈഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. XL എനിക്ക് കണ്ടിട്ട് കറക്റ്റ് ഫിറ്റിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കിലും പ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു കുർത്തിയാണ്. ഒരു ഫ്ലെയർഡ് വിത്ത് എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു കുർത്തിയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് വെറും 504 രൂപയെ ഈ ഒരു കുർത്തിക്ക് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്തായിട്ട് തോന്നുന്നു. കാരണം അത്രയും ഭംഗിയുണ്ട്, സ്റ്റിച്ചിങ് എല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നു. എല്ലാം അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ. 400 റുപ്പീസിനാണ് ഈ ഒരു ഡ്രസ്സ്. അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ്. നമ്മൾ കാഫ് ലെങ്ത്ത് ഏകദേശം വരുന്ന ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു ഗൗൺ ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അടിപൊളി കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവ്സ് ആണ്. എൻ്റെ എലാസ്റ്റിക് ഒക്കെ വരുന്ന സ്ലീവാണ്. ആൻഡ് കോളർ വന്നിട്ടുണ്ട്. ഇവിടെ ബട്ടൺസ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ക്ലോസ് ആയിട്ട് അങ്ങനെ നിൽക്കണം കേട്ടോ. ഓക്കെ, നല്ല മെറ്റീരിയൽ ക്വാളിറ്റി, സ്റ്റിച്ചിങ്, ഫിറ്റിംഗ് ഇത് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞതാണ്. ഫിറ്റിംഗ് എല്ലാം അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ് കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ നോർമൽ സൈസ് XL ആണ്. സോ അതിലൊന്ന് കൂട്ടിയിട്ട് എടുത്തു. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങളും അങ്ങനെ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ് കേട്ടോ. ഭയങ്കര സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇട്ട് സ്റ്റൈൽ ചെയ്ത് നോക്കിയപ്പോൾ ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ഒരു ഡ്രസ്സിൽ. സോ അടിപൊളി. അതും 400 റുപ്പീസിന് ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ്. ഇതിൻ്റെ വേറെയും കുറച്ച് പ്രിൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ, ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഇതേപോലത്തെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കുറേ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാങ്ങി നോക്കിയപ്പോൾ. പക്ഷേ മെറ്റീരിയൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ക്രേപ്പ് മെറ്റീരിയലാണ്. ക്രേപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് മെറ്റീരിയൽ കേട്ടോ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. സോ ഇത് വന്നിട്ട് ഒരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. സോ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ഇതിൻ്റെ വേറെയും പ്രിൻ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നിങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേറെയും കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് മാറുന്നതിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് മെറ്റീരിയലും ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ടേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഓൾറെഡി ട്രൈ ചെയ്താണ്. ഇത് ട്രൈ ചെയ്തു. സോ നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം. കാരണം അത്രയും വർത്തായിട്ട് തോന്നി, അടിപൊളിയായിട്ട് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു അൺബോക്സിങ്ങിലേക്ക് വരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് നമുക്ക് കാഷ്വലായിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒരുപാട് ഡ്രസ്സ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. സോ നമ്മൾ അൺബോക്സ് ചെയ്യാം. ഇതൊരു ഒലീവ് ഗ്രീൻ. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തതാണ് ഈ ഒരു ഒലീവ് ഗ്രീന്. ഇതിൻ്റെ വേറെയും ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. സോ ഇത് വന്നിട്ട് നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഓക്കെ, യെസ്,
യെസ് ഞാൻ പിക്ചറിൽ കണ്ട ഓരോ സെയിം തന്നെ കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് അവസ്ഥ അത്. യെസ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതും ഞാൻ ഇട്ടിട്ടുള്ള ക്ലിപ്പ് ആഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് വിത്ത് എംബ്രോയ്ഡറി വർക്ക്. ഈ ഒരു നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു ബ്ലൂ ഉണ്ടല്ലോ, അതൊരു ലൈറ്റ് എംബ്രോയ്ഡറി ആ ഒരു കളർ ഷെയ്ഡാണെങ്കിലും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് ഒരു ഡാർക്കിലേക്കാണ്, ഒലീവ് ഗ്രീൻ, റെഡ്, ഓറഞ്ച് അങ്ങനെയുള്ള ഒരു ബ്രൈറ്റ് ഷെയ്ഡിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ഒരു ഗോൾഡൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഈ ബട്ടൺ ജസ്റ്റ് ഷോ ബട്ടൺ ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ, ഓരോ ബട്ടണും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ടോപ്പ്, നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടോപ്പ്. സോ സ്ലീവ് വന്നിട്ട് നോർമൽ 3/4 സ്ലീവ് ആണ്. സോ ഇതിൻ്റെ വേറെയും ഷെയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുത്ത് ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കിൽ പ്ലീറ്റ്സ് കാണിച്ചുള്ളൊരു ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല, 300 സംതിങ് എങ്ങാനാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. യെസ്, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 367 രൂപയ്ക്കാണ്, 367 റുപ്പീസിനാണ് ഈ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസിന് വർത്ത് ആയിട്ട് തോന്നി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ കാണുന്നുണ്ടല്ലോ അല്ലേ. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. എനിക്കിത് ഇഷ്ടമായി. ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തതാണല്ലോ, അപ്പോൾ എനിക്കും ഇത് അടിപൊളിയായിട്ട് തോന്നി. സോ 10ൽ ഒരു 9.5 നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് കുറച്ച് സ്റ്റൈലിങ് വീഡിയോസ് ഒക്കെ ചെയ്യാം, കുറച്ച് സ്റ്റൈൽ ചെയ്തിട്ട്, അതായത് നമുക്ക് ഇത് ഫുൾ നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പിക്ചറിൽ കാണുമ്പോഴും സെയിം അങ്ങനെ തന്നെയാണ്, നമുക്ക് ബട്ടൺസ് ഒക്കെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. ഉള്ളിൽ ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ജീൻസും ഒരു ടീഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അല്ലാതെ നമുക്ക് ബട്ടൺസ് കംപ്ലീറ്റ് ഇട്ടിട്ട് ഒരു നോർമൽ കുർത്തി അങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു വാങ്ങിച്ചതാണ്. ബട്ട് ഇത് എനിക്കെടുത്ത സൈസിൽ ചെറിയൊരു വ്യത്യാസം. ഞാൻ ബട്ടൺസ് ഉള്ളത് കൂടുതലും ഒരു സൈസ് കൂട്ടിയിട്ട് എടുക്കും, കാരണം അതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. അല്ലാത്തത് ഭയങ്കര ടൈറ്റിലാണ് വരാറ്. പക്ഷേ ഇത് നമുക്ക് നോർമൽ സൈസ് എടുത്താൽ മതി, അത് നമുക്ക് കറക്റ്റ് ആയിരിക്കും. സോ ഞാൻ XXL എടുത്തു. അതെനിക്ക് കുറച്ച് നല്ല ലൂസ് ആയിരുന്നു. ലൂസ് മീൻസ് ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല, ലെങ്ത്ത് ഭയങ്കരമായിട്ട് ലെങ്ത്ത്. ഞാൻ സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. സോ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടുതലുള്ള പോലെ തോന്നി. ബട്ട് ഇതിൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സ്. നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ നോർമൽ 3/4 സ്ലീവാണ്. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക പൈപ്പിംഗ് ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്ത മാതിരി അങ്ങനെ വന്നിട്ടുണ്ട്. സോ ആ ഒരു പ്രിൻറ്റ് അത് തന്നെയാണ് സെയിം സൈഡിൽ ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ സൈഡ് പ്ലീറ്റഡ് ആയിട്ട് അങ്ങനെ വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു സ്ട്രൈക്ക് ആയിട്ട് അങ്ങനെ വെയർ ചെയ്യാം. ഇത് കുറച്ചുകൂടി ഒരു കാഫ് ലെങ്ത്തിൽ നിൽക്കണം, പക്ഷേ ഇത് ഭയങ്കര ലെങ്ത്ത്, കാരണം ഞാനെടുത്ത സൈസിൽ വന്നിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് XL മതിയായിരുന്നു. സോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ, അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പ്രിൻ്റ് ആണെങ്കിലും സ്റ്റിച്ചിങ് എല്ലാം അടിപൊളി. സോ ഒരു ചൈനീസ് കോളറായിട്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി. ഞാൻ പറഞ്ഞില്ല, ഞാൻ XXL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു XXL ആണ് എനിക്ക് വേണ്ട, XL മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ നോർമൽ സൈസ് ട്രൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റിൽ കിട്ടിക്കോളും. ഓക്കെ, എന്നെപ്പോലെ പൊട്ടത്തരം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വലിയൊരു പണി കിട്ടിയ എന്താ വെച്ചാൽ ഇതെനിക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത്. എന്താ ഇപ്പോൾ ചെയ്യുക, കാരണം ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് വിട്ടുപോയതാണ് എൻ്റെ മൈൻഡിൽ നിന്ന്. സോ ഇത് എനിക്ക് സൈസ് XL എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യാതെ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സും
ഓക്കെ, പ്രൈസ് വന്നിട്ട് 473 റുപ്പീസാണ് ഈ ഒരു ഡ്രസ്സിന് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോ. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ് കേട്ടോ. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു സംഭവം അൺബോക്സിംഗ് ആണ്. ഇതും ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ തുളച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു ഷോർട്ട് ടോപ്പാണ്. എനിക്കും വലിയ ഐഡിയ ഇല്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പം അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഇതിൻ്റെ സൈസ് ഞാൻ ഇങ്ങനത്തെ ഷോർട്ട് ടോപ്സ് ഒക്കെ കുറച്ച് സൈസ് കൂട്ടിയിട്ട് ഓർഡർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം ഇതെങ്ങനെ വന്നെന്ന് ഐഡിയ ഇല്ല. നോക്കട്ടെ. ഇതൊരു സ്വെറ്റർ ടോപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഫിറ്റിങ് ഓക്കെ ആയാൽ മതിയായിരുന്നു. വാവ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നനവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വാവ്, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ ഫിറ്റിംഗ് അറിയില്ല. ഞാൻ ഇത് എനിക്ക് ഇട്ടിട്ട് ബാക്കിയൊക്കെ ഓക്കെ ആയിരിക്കും. ഈ ഒരു ഭാഗമാണ് എനിക്ക് പേടി. ഈ ഒരു ഭാഗം കണ്ടോ, എനിക്ക് ഇങ്ങനത്തെ സ്വെറ്റർ ഡ്രസ്സസ് അടിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അതെനിക്കിഷ്ടമല്ല. അതായിരിക്കും എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് വരിക. സോ ഇത് ഞാൻ ഇട്ടിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളത് സൈഡിൽ കാണുന്നുണ്ടാവും. സോ അറിയില്ല, ഞാൻ ഇട്ട് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ആ ഒരു സിബൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവം. യെസ്, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഉണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ഇതാണ് ഇങ്ങനെ. ഓക്കെ, ആ ഒരു സിബാണെങ്കിലും എല്ലാം അടിപൊളി. പ്രൈസ് വന്നിട്ട് 400 റുപ്പീസാണ്. ആ ഒരു പ്രൈസിന് നല്ല വർത്തായിട്ട് തോന്നുന്നു. ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ. സോ ഞാൻ എടുത്തിട്ടുള്ള സൈസ് എക്സൽ അതിൽ കാണുന്നത്. പക്ഷെ ഞാൻ എക്സൽ അല്ല ചൂസ് ചെയ്തിട്ടുണ്ടാവാം. യെസ്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സൈസ് XXL വരെയാണ് ഉള്ളത്. ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു പിങ്ക്, ഒരു ഹോട്ട് പിങ്ക് ഷെയ്ഡും ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു ഷെയ്ഡും ഉണ്ട് കേട്ടോ. നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. സോ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഈ ഒരു XXL കണ്ടോ. ഓക്കെ, ഞാൻ XXL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളത് XL ആണ്. സോ എന്തായാലും ഞാൻ ഇട്ട് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന് കേട്ടോ. അപ്പം എനിക്കിപ്പോൾ അറിയില്ല. എന്തായാലും ഞാൻ ഇട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. XXL ആണെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പം ഇതെനിക്ക് കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ഫിറ്റ് ആയിട്ട് തോന്നുന്നു കണ്ടിട്ട്. സോ അപ്പോൾ ഞാൻ XXL ആണ് എനിക്ക് കറക്റ്റ് വന്നതെങ്കിൽ കറക്റ്റ് ആയേനെ. സോ ഇത് XL ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു നൈറ്റ് സ്യൂട്ട് ആണ്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു നൈറ്റ് സ്യൂട്ട്സ് ട്രൈ ചെയ്യണമെന്ന്. മീഷോന്ന് നമ്മൾ കുറേ ഡ്രസ്സസൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടായിരുന്നു ഒരു നൈറ്റ് സ്യൂട്ട്സ് ട്രൈ ചെയ്യണമെന്ന്. അല്ലാതെ ഞാനിങ്ങനെ ഡെയിലി വെയറിൽ വീട്ടിൽ നിന്ന് ഇടാനുള്ളൊരു സെറ്റൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ കുറേ മുന്നത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ കുറേ ആയി വിചാരിക്കും നൈറ്റ് സ്യൂട്ട്സ് ട്രൈ ചെയ്യണമെന്ന്. അധികവും നോക്കുമ്പോൾ ഭയങ്കര ഷോർട്ടായിട്ടാണ് നമുക്ക് സ്ലീവ് വരിക. കുറച്ചുകൂടി ലെങ്ത്തിൽ, അതും ടോപ്പും കുറച്ച് ലെങ്ത്തിലൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വെയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കുറച്ച് തപ്പി ഫൈനലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഞാൻ ഇട്ട് നോക്കി, എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഇതിൻ്റെ വേറെയും കളേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് വേഗം പെട്ടെന്ന് തന്നെ പോയിട്ട് ഇതേപോലത്തെ കുറച്ച് കളേഴ്സ് വീട്ടിൽ നിന്ന് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി ഈ ഒരു നൈറ്റ് ഡ്രസ്സ്. സോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡും ആണ് ഇത്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 513 രൂപയ്ക്കാണ് ഈ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വർത്തായിട്ട് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു ഡെയിലി വെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ചുരിദാർ സെറ്റൊക്കെ വാങ്ങിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും 400, 500
ആ ഒരു പ്രൈസ് എന്തായാലും മിനിമം വരുമല്ലോ അല്ലേ ഒരു ചുരിദാർ സെറ്റിന്. സോ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിനും പൈസ കൊടുക്കണം. അതായത് ഒരു 300-400 സംതിങ് എന്തായാലും സ്റ്റിച്ചിങ് അതിൻ്റെ പ്രൈസും കൂടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. സോ ഇത് അതിലും എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയറും ചെയ്യാം, അടിപൊളിയായിട്ട് തോന്നി. സോ ഷോളില്ല, വിതൗട്ട് ഷോളാണ്, ആ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. ബട്ട് ഷോള് നമുക്ക് കുറച്ച് ഈ 100 റുപ്പീസിൻ്റെ ഷോൾസൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ, കുറച്ച് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഷോൾസൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ അതും അടിപൊളിയായി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയാണ്, അത്യാവശ്യം കാണിച്ചു തന്നില്ല, അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.